ഹലോ ഗായ്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് പണികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് എണിച്ച് വരുവാണ്. അപ്പോൾ ഞാൻ ഏകദേശം ചപ്പാത്തി അല്ല കേട്ടോ, ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർത്തത്. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ ഞാൻ എടുത്ത വീഡിയോയാണ്. എനിക്കിപ്പോഴാണ് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയത്. അപ്പോൾ ഞാൻ മുട്ടക്കറി വെക്കാമെന്നാണ് വിചാരിച്ചേക്കണത്. അപ്പോൾ അതിനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോതമ്പ് ദോശ. എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും ഞാൻ കഴിക്കും, വേറെ നിവർത്തിയില്ലല്ലോ. പിന്നെ നമ്മൾ അരിപ്പൊടി അതുപോലെ മട്ടരിയൊക്കെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുള്ളൂ. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എന്നും ചപ്പാത്തി ദോശ ഇതുപോലത്തെ സംഭവങ്ങളാണ് എന്നും നമ്മൾ കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പണികളൊക്കെ ഏകദേശം ഒതുങ്ങി വന്നപ്പോഴാണ് പച്ചക്കറി വാങ്ങാൻ പോകണമെന്ന് വിചാരിച്ചത്. പച്ചക്കറി വാങ്ങാൻ പോയിട്ടില്ലായിരുന്നു. ഇന്നലെ പച്ചക്കറി അവധിയായിരുന്നു. അപ്പോൾ ഇന്ന് പോവാം എന്ന് വിചാരിച്ച് പെട്ടെന്ന് പണികളൊക്കെ ഞാൻ കഴിച്ചു വെക്കുവാണ്. കാര്യം ഒരുപാട് പണിയൊന്നുമില്ല, പക്ഷെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ ഭയങ്കര പാടാണ്. ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പം അത് അങ്ങനെ നിന്ന് പോകും നമ്മൾ. പിന്നെ എന്താ കറിയെല്ലാം സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ സുക്കുമ്പിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് ചായയൊക്കെ വെച്ചു. ഇനി എനിക്ക് അടുത്ത പണി തുടങ്ങാൻ കിടക്കുവാണ്. അപ്പോൾ ഞാൻ അടിച്ചു വാരിയിട്ട് പെട്ടെന്ന് അടിച്ചു വാരമൊക്കെ ചെയ്തു. അപ്പോൾ സുക്കുമ്പി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനാണ് ബെഡ്ഷീറ്റൊക്കെ സെറ്റാക്കി പുതപ്പൊക്കെ മടക്കി എല്ലാം റെഡിയാക്കിയത്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇതാണ് കോലം കണ്ടിട്ടാരും തെറ്റിദ്ധരിക്കരുത്, എനിക്ക് ഇത്രയ്ക്ക് അറിയുള്ളൂ. അതിന് സുക്കുമ്പിക്ക് കൊടുത്തുട്ടോ. ഇത് ഞാൻ കുറേ ദിവസം മുന്നേ എടുത്ത വീഡിയോയാണ്. ഇപ്പോഴാണ് എനിക്കിന്ന് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയത്. അങ്ങനെ പച്ചക്കറി വാങ്ങാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഞാൻ ചോറ് അടുപ്പിൽ വെച്ചു. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ സെറ്റാക്കി വെച്ചു. ഉച്ചക്കാലത്തെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. പിന്നെ വൈകുന്നേരത്തെ വീഡിയോ കണ്ടത്. വൈകുന്നേരം ഞാൻ സുക്കുമ്പീനെയും കൊണ്ട് ഊഞ്ഞാലാടാൻ വേണ്ടി പാക്കി പോയി കഴിഞ്ഞപ്പം പച്ചക്കറിക്കട തുറന്നു. പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോയായിരുന്നു. ഇനി ഞാൻ പച്ചക്കറിക്കടയുടെ വീഡിയോ നന്നായിട്ട് ഇടാട്ടോ, എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയി. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ കരിമ്പിൻ ജ്യൂസിൻ്റെ ആൾ വന്നിട്ടുണ്ടെന്ന് കണ്ടത്. ഒന്നരാടം ഇയാൾ വരും കേട്ടോ. കരിമ്പിൻ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ട്. 15 രൂപയുള്ളൂ ഒരു ഗ്ലാസ്സിന്. അപ്പോൾ ഒരുപാട് പേര് കുടിക്കാൻ വേണ്ടി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ സുക്കുമ്പിക്ക് കരിമ്പിൻ ജ്യൂസ് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. പിന്നെ വീട്ടിലോട്ട് വന്ന് ഞാൻ ഇവിടെ ചപ്പാത്തിക്ക് പരത്തി വെച്ചു. പിന്നെ ക്യാബേജ് തോരൻ ഉണ്ടാക്കണം, പിന്നെ കറി വെക്കണം, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.